ഈ ക്ലൗഡ് അനുസരിച്ച് നോക്കണമെങ്കിൽ ഉണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ. ഇതിനുള്ളിൽ കയറാൻ പറ്റുമല്ലേ? നമ്മളെ ഒരു നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ ഇവിടെ നിർത്തിയിരുന്നു. നല്ല രസമുള്ളൊരു സ്ഥലം അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ വെയിൽ വേണം. ഇനിയിപ്പോൾ ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, തമിഴ്നാട് ബോർഡറിലേക്കാണ് എത്തിച്ചേരുക. വെൽക്കം ബാക്ക്. ശരിയാണേ. അപ്പോൾ വയനാട്ടിലാണ് നമ്മൾ ഇന്നലെ കുറേ ലെങ്തി ആയപ്പോൾ വീഡിയോ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പോസാക്കി കിട്ടും. അപ്പം ഞാൻ അങ്ങോട്ട് പോകേണ്ടതെന്ന് അറിയണ്ടെങ്കിൽ ഇപ്പോൾ കാണിച്ചു. നമ്മൾ വന്നോണ്ടാണോ എന്നറിയില്ല, ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല മഴയല്ലേ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. അത്യാവശ്യം നല്ല മഴയുണ്ട് ഇവിടെ. അതല്ലെങ്കിൽ അങ്ങനെ നല്ല ആൾക്കാർ ഓടെ ചെല്ലുന്നുണ്ടോ അവിടെ നല്ല മഴയക്കാരം അല്ലേ? ഞാനൊക്കെ നല്ല ആളാ, ഞാനതിൽ പെട്ടതാ. ഗ്ലാസ്മ വെള്ളം നിന്നിട്ടേ പുറത്ത് കൊണ്ട് ഫോക്കസ് കിട്ടുന്നില്ല. ഫോക്കസ് ലോക്കാക്കാം. അങ്ങനെ വയനാടിന്റെ വനാന്തരങ്ങളിലൂടെ നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോവാണ്. ഭയങ്കര കടകട വെച്ചുണ്ട്. എന്തേലും മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? എന്തേലും കേൾക്കുണ്ടോ? ചില സ്ഥലത്ത് നല്ല മഴ, ഇനി ചില സ്ഥലത്ത് മഴ എത്തണുള്ളൂ, വന്നിട്ടില്ല. നമ്മൾ ചടലും കാക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് എന്തായാലും നേരെ പോവാണ്. ഒരു നല്ലൊരു പ്ലേസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളവിടെ നിർത്തും. മഴയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഇറങ്ങും. ഇറങ്ങിയിട്ട് അതിൽ ചായ എടുക്കണമെങ്കിൽ ചായ എടുക്കാം. ഒരു ചായയൊക്കെ കുടിച്ചിട്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നേരെ പിന്നെ അങ്ങനെ കണ്ടുകൊണ്ട് പോവാ. വേറെ പണിയൊന്നുമില്ലല്ലോ. മഴയാണ് ഗായ്സ്, മഴയാണ്. ഇതാണ്ട് ഫോക്കസ് ആണല്ലോ ഇവിടെ. ഈ ഗ്ലാസ്സിൽ ഇങ്ങനെ വെള്ളത്തുള്ളി വീണിട്ടേ അതാണല്ലേ. മഴ ഇങ്ങനെ ചാറ്റിലോട് പെയ്തിട്ട് നമ്മൾ ഗ്ലാസിൻ്റെ ഒരു അവസ്ഥയുണ്ട്. നമ്മൾ ഗ്ലാസ് ഇങ്ങനെ ഒരു മങ്ങലായതുകൊണ്ട് ഫോക്കസ് കിട്ടൂല. ആ ഒരു പ്രശ്നമുണ്ട് നമ്മളത്. ഞാൻ എന്തായാലും വണ്ടി ആക്കണമെന്നൊക്കെ വിചാരിച്ചു. അതിപ്പോൾ എന്തായാലും വെറുതെ നടന്നു. ആ സൈഡിലിട്ടൊന്ന് അരച്ചുമ്പാടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബാക്കിയും കൂടെ ക്ലിയർ ആയിനി. മഴ ഇതുള്ള അവസ്ഥ ഇതാ. നമ്മളിപ്പോൾ ഓടെത്തിന്ന് അറിയണ്ടേ നിങ്ങൾക്ക്? ഇപ്പം കാണിച്ചു തരാം. കുറച്ച് പരിപാടി കാണിച്ചു തരാം. അവിടെ കണ്ട തേയിലത്തോട്ടങ്ങളുണ്ടെങ്കിൽ നമുക്കതിൻ്റെ അടിയിൽ കൂടെ കയറി പോകാനുള്ളൊരു പെർമിഷൻ അല്ല. അവിടെ ഗേറ്റ് ഒക്കെ ഉണ്ട്, അടച്ചിക്കണ്. അല്ലെങ്കിൽ നമുക്ക് ചോദിച്ചിട്ടൊന്ന് കയറി പോയൊക്കെയും ചെയ്യാം. തേയിലത്തോട്ടങ്ങളാണ് അവിടെ. നമുക്കിതിൻ്റെ ഇടയിൽ ഒന്ന് നിർത്തിയിട്ട് വെറുതെ ഒന്ന് നോക്കി നോക്കാം. ഇറങ്ങേണ്ടൊക്കെ ഒന്ന് നോക്കി നോക്കാം അങ്ങനെ ഉണ്ട് എന്നൊക്കെ. സംഭവം നല്ല അടിപൊളി സ്ഥലമാണ്. പക്ഷെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമുക്ക് വല്ലാതെ കയറിയാണ്ട് കണ്ട് മേയാലെ ഒരു പെർമിഷൻ ഇല്ല. ചെക്ക് നിൽക്കണം നോക്കി അവിടെ. നമ്മൾ ഇതുവരെയുള്ള യാത്രയിലൊക്കെ മൂപ്പരുണ്ട് കേട്ടോ. സംഭവത്തിൽ മൊത്തം നോക്കുകയാണെങ്കിൽ തേയിലത്തോട്ടങ്ങൾ തന്നെയാണ് ഇവിടെ മൊത്തം. എന്തിനാ അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. കുടുങ്ങി. ഇതിനുള്ളിൽ കയറാൻ പറ്റുമല്ലേ? നമ്മളെ ഒരു നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ ഇവിടെ നിർത്തിയിരുന്നു. എന്തിനറിയാം നിങ്ങൾക്ക്? പാട്ടിടാനും. അല്ല വെറുതെ ഒന്നുമല്ല. ഇങ്ങോട്ട് കയറാൻ പറ്റുകയാണെങ്കിൽ ഒരു സമാധാനം. ഇത് പ്രൈവറ്റ് ഏരിയ ആണ്. നമുക്ക് എല്ലാവരും കയറിയാണ്ട് മേഞ്ഞു പോരാനൊന്നും പറ്റൂല. നമ്മളിപ്പോൾ കണ്ടതും നേരത്തെ കണ്ടതും ആ ഒരു സ്ഥലം തന്നെയാണ്. കൊണ്ടേക്ക് ബാക്കി എന്തോ ആണ്. നിർത്തി കഴിഞ്ഞാൽ നല്ല ഫോട്ടോസ് എടുക്കാം. പക്ഷെ നമുക്ക് ഫോട്ടോസ് എടുക്കണ്ട. എന്നാ പിന്നെ പോവാം. ഒന്ന് ഫോക്കസ് ആവാത്ത റെഡി. ഫോക്കസ് ലോക്കിടാഞ്ഞാൽ എല്ലാം കിട്ടൂല അങ്ങോട്ട്. ഇവിടെ ഒന്നും മഴ ഇല്ല കേട്ടോ. മഴ കഴിഞ്ഞാൽ ഇവിടെ
ഇതിപ്പോ നേരെ പോയാൽ നമ്മൾ തമിഴ്നാട് ബോർഡർക്ക് എത്തുക. അത് ചാടില്ല, കാരണം പാസ് എടുത്തിട്ടില്ല. അപ്പൊ നമ്മൾ നേരെ തിരിച്ചു വരും, എന്നിട്ട് നേരെ പുറത്ത് കൂടെ പോകും. ഇതൊക്കെ തന്നെ രസം. അങ്ങനെ പോവാ. തൊരപ്പാസ് തന്നെ, തൊരപ്പാസ്. നമ്മളവിടെ കരപ്പാസും ഇവിടെ തൊരപ്പാസും. മേപ്പാടിയാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ മേപ്പാടി നമ്മളിപ്പുറത്ത് കേട്ടില്ലേ, പുലിയൊക്കെ ഇറങ്ങിയ ആ ഒരു സംഭവം അല്ലേ, ആ സംഭവം തന്നെ. ഇവിടുന്ന് 106 കിലോമീറ്റർ ഊട്ടിക്കുണ്ടല്ലേ, കൂടല്ലൂർ 86. അങ്ങനെ മേപ്പാടി തെരുവോരങ്ങളിലൂടെ ഞങ്ങളിങ്ങനെ വണ്ടി ഓടിച്ച് പോവുകയാണ് ഗായ്സ്. റൈഡില്ലാതെ കറങ്ങിക്കൊണ്ടിരിക്കുക. റബ്ബി സുബ്ഹാനല്ലാ. തീരുമാനമായില്ലപ്പോ ഒരു പേടിയില്ലല്ലേ, എന്നിട്ട് പോവാനൊരു പോക്ക്. നമ്മ രണ്ട് സൈഡിലും തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ആൾക്കാർക്ക് ലൈസൻസ് ഇല്ല. ചെറുത്ത പൂക്കൊടുത്താ ടോപ്പ് സ്ഥലമാണ്, പക്ഷെ പോയി കഴിഞ്ഞാൽ തിരിച്ചാനാ കുറച്ച് പാട്. ഈ ക്ലൗഡ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ. നമുക്കുള്ളിലേക്ക് കയറാനുള്ള പെർമിഷൻ ഇല്ല. ശരിക്കും ഇതും ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അതുകൊണ്ട് അല്ലാതെ അതിൻ്റെ ഉള്ളിൽ കയറി ചെല്ലുന്നില്ല നമ്മൾ. ആ സെറ്റില്ലേ, നല്ല രസമുണ്ട് കാണാൻ. കുട്ടികളുണ്ട് അവിടെ ഇങ്ങനെ കളിച്ചിരിക്കണ്. പിന്നെ അതേമാതിരി ഇത്രയേ ഉള്ളൂ പ്ലേസ് കിട്ടും. ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം എന്താ പറയുക, പ്രൈവറ്റ് ഏരിയയിന്. നല്ല രസമുള്ളൊരു സ്ഥലം അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ വെയിൽ വേണം, അതേമാതിരി ചെറിയൊരു തണുപ്പും കൂടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയേന്. ഇപ്പോൾ പ്രശ്നം ഉണ്ടായിട്ടല്ല, ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല, നല്ല രസമുണ്ട് കാണാൻ. ഉണ്ടോ ആകാശം നോക്കിണ്ട്. ഓ എന്താ രസമല്ലേ. എന്താ സംഭവിച്ചാലേ, പകുതി മഴയും പകുതി ഇതേമാതിരി വെയിലും കൂടി ആയപ്പോഴാണ്. നമ്മൾ വരുന്ന വഴിക്ക് കുറച്ച് നല്ല മഴ ഉണ്ടായിരുന്നല്ലോ, ആ മഴ കൊണ്ടാണ് ഒന്നാമത് ഇങ്ങനെ കാവേണ്ടി വന്നത്. ഇത്ര വരെ നമുക്ക് വണ്ടി എടുത്ത് തരാം കേട്ടോ, ഇതിൻ്റെ അപ്പുറത്തേക്കാണ് പോകാൻ പറ്റൂല. നമുക്ക് അടുത്ത ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം എന്താ വെച്ചാൽ ചെറിയൊരു പണി കിട്ടി. ഐഫോണിൻ്റെ കാര്യം അറിയാമല്ലോ, പെട്ടെന്ന് സ്റ്റോറേജ് ഫുള്ളാവും. ആ സെയിം പരിപാടി എനിക്കും കിട്ടി. കുറേ ഇരുന്നങ്ങനെ ഡിലീറ്റ് ചെയ്തിട്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ള നമുക്ക് കാണട്ടെ. എന്തായാലും അടുത്ത ഏകദേശം കണ്ടില്ലേ, അത്ര തന്നെ ഉള്ള അവിടെ കാണാൻ. പിന്നെ പറഞ്ഞാൽ ചെറുതായിട്ടൊരു വെയിലിങ്ങനെ വന്ന് തുടങ്ങി കഴിഞ്ഞാൽ പായടിയിലാണ് നമ്മൾ ആ മറ്റേ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിന്നീനത്. ചെറുതായിട്ടും ചീറ്റിപ്പോയി. അല്ല നിർത്തണം. നമ്മളവിടുന്ന് വീണ്ടും നമ്മളെ യാത്ര ഇവിടുന്ന് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത ഏതെങ്കിലും സ്പോട്ട് ഉണ്ട് പോയാൽ നമുക്ക് നല്ല അടിപൊളി സ്പോട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ നിർത്തും, ഫോട്ടോ ഒക്കെ എടുക്കും, അതായത് വീഡിയോ ഒക്കെ എടുക്കും, നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ചു തരും. അതിൻ്റെ പിന്നെയും പോവും. ഇതന്നെ ഒരു പരിപാടി. അങ്ങനെ ഓടി 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 ഏകദേശം കിട്ടി ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്ഥലം. അപ്പം ഞാൻ അടുത്ത ചെങ്ങാന് ഫോട്ടോ എടുത്ത് തുറക്കട്ടെ, അവനക്ക് കുറച്ച് ഫോട്ടോ എടുത്ത് തുറക്കട്ടെ. കുറേ നേരമായി അവൻ ഫോട്ടോക്കും വേണ്ടി ഇങ്ങനെ ചോദിക്കണേ. അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ള സ്ഥലം അല്ലേ. ഇത് കുറച്ച് വെയിലും കൂടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇനിയിപ്പോൾ വെയിലൊക്കെ ഉണ്ടോ, ഏകദേശം ഒരു 5-6 മണിയാവാനായില്ലേ. അപ്പോൾ വെയിലിൻ്റെ കണക്കൊക്കെ, വെയിലിൻ്റെ കാര്യമൊക്കെ എന്തായാലും കണക്കാണ്. പിന്നെന്താ വെച്ചാൽ പിന്നെന്താ പ്രത്യേകിച്ച് നല്ല രസമുണ്ടല്ലേ സ്ഥലം കാണാൻ. ഇനിയിപ്പോൾ ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, തമിഴ്നാട് ബോർഡറിലേക്കാണ് എത്തിച്ചേരുക. ഇപ്പം നമ്മളടുത്ത് പാസ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ തമിഴ്നാട് കയറാൻ പറ്റില്ല ഒന്നാമത്. പിന്നെന്താ വെച്ചാൽ ഫ്ലവർ ഷോ തുടങ്ങാനുള്ളൊരു തുടങ്ങുന്ന ഏകദേശം ആയല്ലോ തുടങ്ങാൻ. അപ്പോൾ
അതിൻ്റെ ഭാഗമായിട്ട് ടൂറിസ്റ്റുകൾ അധികം കണ്ട് വിടണില്ല എന്നാണ് പറയുന്നത് കേട്ടത്. സത്യമാണോ എനിക്കറിയില്ല. എന്നാലും പോണോലൊന്ന് ശ്രദ്ധിച്ചു പോയിക്കോളെ. ജസ്റ്റ് മിസ്. ഈ ചെങ്ങായിന് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആ ബസ് പിന്നെ കൊണ്ട് പോയിനി. കഴിഞ്ഞില്ല പരിപാടി. സംഭവം ഇതന്നെയുള്ളു കാണാൻ അവിടെ. പിന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമുക്ക് അകത്ത് വല്ലാതെ പ്രവേശിക്കാനുള്ളൊരു ഇതില്ല. അതായത് പെർമിഷൻ ഇല്ല. വെറുതെ ഇവിടുന്നാണ്ട് ഇതിൻ്റെ പുറത്തു കൂടെ ഇങ്ങനെ കണ്ട് ഫോട്ടോ എടുക്കാന്നല്ലാതെ ഉള്ളിലേക്ക് കയറാനുള്ള ഇതില്ല, പെർമിഷൻ ഇല്ല. കയറാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. പോണ വഴിയിൽ നമ്മൾ കാണണമെങ്കിൽ അവിടെ കയറും വെറുതെ. പിന്നെ ഇത്രയൊക്കെയല്ലേ ഉള്ളൂ. ഇനി വേറെ ഇതിന് സ്ഥലങ്ങളുണ്ടോ നോക്കട്ടെ. ഉണ്ടെങ്കിൽ നോക്കാം. അവിടെ ഇവിടെ കയറിയിട്ട് നമുക്ക് നാട്ടിൽ തിരിച്ചു. രാത്രിയായി ഗൈസ്. അപ്പം അങ്ങനെ നമ്മൾ യാത്ര തിരിക്കുകയാണ്. ഇനിയിപ്പോൾ പോയിട്ട് ഇനി പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. അപ്പം ഇനി നേരെ നാട്ടിൽ തിരിക്കല്ലേ. എന്നാ താമരശ്ശേരി ചുരത്തുമ്പലാണ് ഇപ്പോൾ നമ്മൾ. ഏകദേശം ഒരു എയർപിൻ വളവേ കഴിഞ്ഞിട്ടുള്ളൂ. നമ്മളിങ്ങനെ ഇറങ്ങി വരികയാണ്. മുടിഞ്ഞ ബ്ലോക്ക് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ബ്ലോക്ക്. ഇനിയിപ്പോൾ എത്ര സമയം ഇങ്ങനെ ഇരിക്കേണ്ടി വരുമോ.